ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കഴിച്ച് മടുത്തു ഇഡ്ഡലിയും ദോശയും. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. സാബുദാന ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. പേര് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, ചൗവരി കൊണ്ടിട്ടുള്ളൊരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. നോർമലി ബോംബെയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സാബുദാന കിച്ചടി എന്നൊക്കെ അവിടെ പറയും. അപ്പോൾ നമ്മുടെ ചൗവരി പായസത്തിൽ നമ്മൾ ഇടുന്ന ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 4-5 hours ഒന്ന് സോക്ക് ചെയ്തതാണേ. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് സോക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ സോക്ക് ആയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് പാർട്ട് നല്ലപോലെ ക്ലീൻ വെള്ളമാകുന്നത് വരെ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിട്ടും. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. നെയ്യിലാണ് ഞാനിത് ചെയ്യുന്നത്. നോർമൽ ഓയിലിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഞാൻ ഇന്ന് നെയ്യാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തതാണ്. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പീനട്ട്സ്. അത് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കണം. ഫുൾ പൗഡർ ആക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലീസും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് പൊട്ടാറ്റോസ്, അതായത് പൊട്ടാറ്റോസ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോസും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓണിയൻ യൂസ് ചെയ്യുന്നില്ല. പൊട്ടാറ്റോ പിന്നെ ചില്ലി ഇതൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ നമ്മളൊന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ പൊട്ടാറ്റോ ഒന്ന് നമുക്കൊന്ന് കുക്കായി കിട്ടണം. ഇതിപ്പോൾ റോ ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ആണ്. അതിന് കുറച്ച് വെള്ളം മതി കേട്ടോ. സോ നമ്മളുടെ പീനട്ട്സ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഫുൾ പൗഡറല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആവണം. ക്രഷായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊട്ടാറ്റോസ് നന്നായിട്ടൊന്ന് ബോയിലായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ബോയിലായിട്ടുണ്ട്. ഒരു പീസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. സോ അത് കട്ടാവുന്നുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ബോയിലായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു കൂട്ട്, അല്ലെങ്കിൽ ഒരു മസാലയോ എന്തെങ്കിലും പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി അല്ലാതെ വേറെ ഒരു മസാലയും നമുക്കിതിൽ ആവശ്യമില്ല. നോർമലി നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിൾ രീതിക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സാബുദാന അല്ലെങ്കിൽ അഥവാ ചൗവരി അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില വേണം. എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസിലും മല്ലിയില വേണം. പിന്നെ ലെമൺ ജ്യൂസ്. അപ്പോൾ ഹാഫ് ലെമൺ ജ്യൂസിൻ്റെ ഇത് ഞാൻ സ്ക്വീസ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പീനട്ട്സ് ഇട്ടു, പിന്നെ സാബുദാന സോക്ക് ചെയ്തത് ഇട്ടു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചൂടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ചൗവരി വന്നിട്ട് കുക്കായി കിട്ടും. ഒട്ടും തന്നെ ഒട്ടുന്നില്ല കണ്ടോ. നല്ല ഒരു ടെക്സ്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഷുഗർ ഉള്ളവർ എവറി ഡേ കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിക്കാനും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കഴിക്കുന്ന ആ ഒരു സമയത്ത് ആ പീനട്ട്സിൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് അപ്പോഴില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ കുറച്ച് ലാസ്റ്റിലാണ് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലെമൺ സ്ക്വീസ് ചെയ്തിടാം. പിന്നെ ജസ്റ്റ് അങ്ങനെ തന്നെ ചൂടിൽ ഞാൻ അങ്ങനെ വെച്ച് ഒരു 5 minutes കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കണ്ടത്. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.